ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാ. പ്രതാപനെ ഷോൾ അണിയിച്ച് ആദരിക്കാൻ വന്നതാ. അവർ ഷോൾ അണിയിപ്പിക്കാൻ വന്നിരിക്കുന്നു. അതിലൂടെ മാത്രമേ ആ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റൂ. ആദ്യം നല്ലൊരു ഹോം നഴ്സിനെ കണ്ടെത്തൂ. ഞാൻ സാറിനെ ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ വർമ്മ സാറിന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റും. ഒരാൾ വിചാരിച്ചാൽ മാത്രം. പക്ഷേ അതെനിക്കെങ്ങനെ പറയാൻ പറ്റും? ഡോക്ടർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അമ്മ എന്തു പറയുന്നു? പ്രാക്ടിക്കൽ ആവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ കുട്ടികളെ. വരൂ മാഡം, വരൂ. അമ്മേ, അമ്മ ആ മാരണം വരുന്നുണ്ട്. അമ്മ മാറിക്കോ. ആരായിരുന്നു ആ സ്ത്രീ? ഏത് സ്ത്രീ? ഇപ്പൊ അങ്ങോട്ട് മാറിയില്ലേ ആ സ്ത്രീ? അത് ഡോക്ടറെ കാണാൻ വന്ന ഏതൊരു പേഷ്യന്റ്. ഈ ആശുപത്രി പോലല്ല, നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ ഒരു അവിഞ്ഞ മണമാ. മാഡം മന്ത്രിയാവുമ്പോ അതൊക്കെ ഒന്ന് മാറ്റാൻ പറയണം. അതിന് ഞാൻ ആരോഗ്യ വകുപ്പല്ലല്ലോടോ കൈകാര്യം ചെയ്യുന്നേ, വിദ്യാഭ്യാസ വകുപ്പല്ലേ. പക്ഷേ എല്ലാ വകുപ്പിലും ഞാൻ കയറി ഇടപെടും. ഇവളൊക്കെ മുഖ്യമന്ത്രിയായ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും ഓടിപ്പോയാ മതി. ഈ സർക്കാർ ആശുപത്രികളെല്ലാം പൊളിച്ചടുക്കി കളയണമെന്നാ എന്റെ അഭിപ്രായം. പകരം പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരട്ടെ. അയ്യോ, അപ്പൊ പാവങ്ങൾ എന്ത് ചെയ്യും? ഓ, പാവങ്ങളോട് പോയി കെട്ടിത്തൂങ്ങി ചാവാൻ പറ. ഈ നാട്ടിൽ ഇനി പാവങ്ങളൊന്നും വേണ്ട. നമ്മുടെ നാടിനെ തന്നെ നാണക്കേടാ, വൃത്തികെട്ട പാവങ്ങള്. പണ്ടേ സൂര്യമംഗലത്തെ പശുത്തൊഴുത്തിലായിരുന്നു ഇവർക്ക് പണി. ഏതോ ഒരു രാജ്യത്തെ രാജാവേ പാവങ്ങളെയൊക്കെ വെടിവെച്ച് കൊന്നു കേട്ടിട്ടുണ്ട്. ആ നിയമം ഇവിടെ കൊണ്ടുവന്നാലോ? ഓ, ലക്ഷ്മണകുമാരൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ ഏട്ടനെ കാണാൻ വന്നതാ. ഇങ്ങേർക്ക് മാത്രമേ ഒരു ഏട്ടൻ. ഇതൊരു ഹോസ്പിറ്റലാ, എന്നെ കൊണ്ട് കടുങ്കയും ചെയ്യിപ്പിക്കില്ലേ. ചേച്ചി ഇന്നലെ രാത്രി ഇവിടെ പോയതാ. എനിക്ക് സൗകര്യമുള്ളിടത്ത് പോവും, നീ ആരാ ചോദിക്കാൻ? ഏട്ടൻ ഇവിടെ സീരിയസ് ആയി കിടക്കുമ്പോഴാണോ ചേച്ചി ഈ ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്നത്? ഞാൻ ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചെന്നോ? എടാ, നിനക്ക് എന്തറിയാം? പ്രതാപൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളാ ഞാനിപ്പോ ചെയ്യുന്നേ. പ്രതാപന്റെ ചുമതലകളെല്ലാം പാർട്ടി എന്നെ ഏൽപ്പിച്ചു. നീ അറിഞ്ഞില്ലാന്ന് വേണ്ട, ഞാനിനി മന്ത്രിയാവാൻ പോവാ. സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുൻപേ പ്രതാപനെ ഒന്ന് കാണണം. അതിനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. മോനെ ദീപക്കെ, വാടാ. എടോ,
താനും കൂടെ വാ. ആ നിങ്ങൾ എല്ലാരും ഇവിടെ ശരി. നിൽക്ക്. വാ. എന്തൊക്കെയാ രാജി കേൾക്കുന്നേ? പല അത്ഭുതങ്ങളും നടക്കും ശേഖരൻ സാറേ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഏട്ടനെ ഡിസ്ചാർജ് ചെയ്യൂ രാജു. ആ ചെയ്യും. എന്നാ ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. ഏട്ടന്റെ മുറിയേക്ക് ഒന്ന് ക്ലീൻ ആക്കണം. ആ ആ. മോനെ പ്രതാപ, നിനക്ക് വേണ്ടി, നിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഈ ചേച്ചിയെ ആ കുരിശങ്ങ് ഏറ്റെടുക്കുക. പിന്നെ യേശു അല്ലേ എന്നാ ഒരു ഇന്റർനാഷണൽ കള്ളിയായി തള്ള. കുരിശ് ചുമക്കാൻ പോവുകയാണെന്ന്. കട്ട് മുടിപ്പിക്കാനാണ് ഈ കസേരയെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. എനിക്ക് നീ മകൻ തന്നെയാ. നിനക്ക് വേണ്ടി ഞാൻ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. ഈ ത്യാഗം എനിക്കല്ലാതെ മറ്റാർക്കാ ചെയ്യാൻ പറ്റുക? നമ്മുടെ പാർട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, തൽക്കാലത്തേക്ക് നിന്റെ മന്ത്രിപദം ഞാൻ ഏറ്റെടുക്കണമെന്ന്. പാർട്ടി പറഞ്ഞ ഞാൻ കിണറ്റിൽ വരെ ചാടും. പാർട്ടിയല്ലേ നമ്മുടെയൊക്കെ ജീവശ്വാസം. അതുകൊണ്ട് ചേച്ചിയെ ഗവർണറുടെ മുന്നിലേക്ക് പോവാ സത്യപ്രതിജ്ഞ ചെയ്യാൻ. ബോധവും പൊക്കണമൊന്നും ഇല്ലെങ്കിലും നിന്റെ പ്രാർത്ഥന ഈ ചേച്ചിക്ക് ഉണ്ടാവണം. നവാസെ, അങ്ങനെ ഇയാളെ പട്ട് പുതപ്പിച്ച് കിടത്തി. ഇനി ജീവനൊന്ന് പോയി കിട്ടിയാ മതി. എന്താ ഇവിടെ? ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാ. പ്രതാപനെ ഷോൾ അണിയിച്ച് ആദരിക്കാൻ വന്നതാ. അവർ ഷോൾ അണിയിപ്പിക്കാൻ വന്നിരിക്കുന്നു. കൊണ്ട് പൊയ്ക്കോളൂ.